ഹായ്, അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ കുറേ സംശയങ്ങൾക്കുള്ള ഉത്തരവായിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. പഴയതുപോലുള്ള സപ്പോർട്ടൊന്നും എനിക്കില്ല, സപ്പോർട്ട് തരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങൾ തരുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി തരാൻ പോവുകയാണ്. അപ്പം എന്നോടൊരാൾ ചോദിച്ചു, അവരുടെ കോഴി 10-15 ദിവസം കൊണ്ടേ ഇടുന്ന മുട്ടയുടെ ചുറ്റിനും വെള്ള കുത്തുപോലെ വരുവാന്ന്. അപ്പോൾ അത് കാൽസ്യത്തിന്റെ കൂടുതൽ അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്നാമതെന്ന് പറഞ്ഞാൽ കാൽസ്യത്തിന്റെ കൂടുതൽ കൊണ്ട് വരാം, വൈറ്റമിന്റെ കുറവ് കൊണ്ട് വരാം, പിന്നെ കാലാവസ്ഥ അനുസരിച്ച് ഇവരിൽ എന്തെങ്കിലും ചെറിയ അസുഖങ്ങളുള്ളത് കൊണ്ട് വരാം, പിന്നെ പ്രായമുള്ള കോഴിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാം. പിന്നെന്ന് പറയാം, ഇവർക്ക് നല്ല പോലെ പകല് വെളിച്ചം കിട്ടണം. അതുപോലെ തന്നെ രാത്രി ഒരു സന്ധ്യ മുതൽ ഒരു 10 മണി വരെ വെളിച്ചവും ലൈറ്റ് വിട്ടു കൊടുക്കണം എന്നാണ് ഇതുപോലെ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുട്ട ഉപയോഗിക്കാൻ നമുക്കൊരു കേടുമില്ല. പണ്ട് എൻ്റെ കോഴിക്കൊക്കെ ഇതുപോലെ വെള്ളക്കുത്തു പോലെ മുട്ട ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല സത്യം പറയാം. ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് മാത്രമാണ് സത്യം പറയാൻ ഞാനത് ശ്രദ്ധിച്ചത്. ഇത് നോർമലായിട്ടുള്ള ഒരു പ്രശ്നം, അത് നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ, കുഴപ്പമില്ല. വൈറ്റമിൻ്റെ പിന്നെ മരുന്നോ പിന്നെ അതൊക്കെ കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ. അതുപോലെ തന്നെ വേറെ ഒരു കുട്ടി ഇതുപോലെ എന്നോട് ചോദിച്ചായിരുന്നു, പിന്നെ 2 അടപ്പ് മരുന്നാണോ കൊടുക്കുന്നതെന്ന് ചോദിച്ചായിരുന്നു. ഈ 2 അടപ്പെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മരുന്നുകളെ കുറിച്ചാണോ? ആണെങ്കിൽ ഇതുപോലൊരു പാത്രത്തിൽ ഫുള്ള് വെള്ളം എടുത്തിട്ട് 2 അടപ്പ് മരുന്നാണ് കൊടുക്കേണ്ടത് 25 കോഴിക്ക്. അത് നാടൻ കോഴിക്കായാലും BB380-ക്കായാലും ഗ്രാമശ്രീക്കായാലും ആർക്കും വേണമെങ്കിലും കൊടുക്കാം കേട്ടോ, അതിന് യാതൊരു കുഴപ്പവുമില്ല. പിന്നെ അടുത്ത ഒരു സംശയം എന്ന് പറയാൻ, നാടൻ കോഴിയെ കുറിച്ചൊന്ന് പറയണേന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ നാടൻ കോഴി എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ വളർത്തിക്കൊണ്ടിരുന്നത് നാടൻ കോഴി അതിൽ ഇപ്പോഴല്ലേ ഗ്രാമശ്രീയും BB380 കോഴിയൊക്കെ വന്നത്. നാടൻ കോഴി വളർത്താൻ നല്ലതാണ്, പക്ഷെ ഇവരുടെ കൂട്ടുള്ള മുട്ടയൊന്നും കിട്ടത്തില്ല. മാത്രമല്ല നാടൻ കോഴി ഇങ്ങനെയുള്ള കൂട്ടിലിട്ടാൽ ശരിയും ആവത്തില്ല. കാരണം അവരെ ഇതുപോലെ വലിയ കൂട്ടിൽ യഥേഷ്ടം അഴിച്ചു വിട്ട് വളർത്തണം, എന്നാലേ അവര് നല്ല രീതിയിൽ വളർത്തുള്ളൂ. പക്ഷെ ഇപ്പൊ അവരെ അങ്ങനെ വളർത്തിയാലും പ്രശ്നമാണ്. അവർ പരസ്പരം കൊത്തും, പിന്നെ അല്ലെങ്കിൽ മുട്ട പൊട്ടിച്ചു കുടിക്കും. എങ്ങനെയായാലും അവരെ ഇങ്ങനെയുള്ള കൂട്ടുകാർ, ഞാൻ ഒരു കൂട് പണിഞ്ഞിട്ട് വളരെ നഷ്ടമാണ്. പൂവനെ മേടിക്കാൻ 1-2 ഇടപാട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ തരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് വിശ്വാസം ഉള്ളടത്തുനിന്നല്ലേ മേടിക്കാനൊക്കത്തുള്ളൂ. അല്ലാതെ എവിടുന്നെങ്കിലുമൊക്കെ പോയി 120 രൂപയ്ക്കൊക്കെ 1.5 മാസം പ്രായമുള്ള പൂവനെ മേടിച്ച് മരിച്ചു പോയാൽ പിന്നെ അത് നഷ്ടമില്ലയോ. അതുപോലെ തന്നെ ഇവരുടെ മുട്ടയ്ക്ക് നല്ല ടേസ്റ്റും, മുട്ട യഥേഷ്ടം ഇടുകയും ചെയ്യും നമ്മൾ പോച്ച കൊടുത്താൽ. കാരണം ഇച്ചിരി മെനക്കേടാണ്, നമ്മൾ അധ്വാനിച്ച് ഇച്ചിരി മെനക്കെട്ട് സമയം കണ്ടെത്താമെങ്കിൽ തീർച്ചയായിട്ടും കോഴി വളർത്തൽ ലാഭവും. അതല്ലാതെ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച് ഉള്ള തീറ്റി മാത്രം ഇവർക്ക് എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് വളരെ നഷ്ടമാണ്. അതിനിടയ്ക്ക് നമ്മൾ പോച്ച യഥേഷ്ടം അരിഞ്ഞിട്ട് കൊടുത്ത് നല്ല ഗുണമാണ്, അവിടെ വയറും നിറയും. അപ്പം നമുക്ക് മേടിക്കുന്ന ആഹാരം കുറച്ച് കൊടുത്താൽ മതി. ഞാനാണെങ്കിൽ പിന്നെ 2 മണിക്കൂറെങ്കിലും എടുത്തിട്ട ഒരു കൊച്ചു ചാക്ക് നിറയും പോച്ച എടുത്തോണ്ട് വരും. എന്നിട്ട് അവർക്ക് 2 കൂട്ടർക്ക് കൊടുക്കണ്ടായി. അത് പിന്നെ കുത്തി ഇരുന്ന് അരിഞ്ഞ് കുഞ്ഞായിട്ട് അരിഞ്ഞ ഫുഡ് കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിയുമ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവർ കോഴികളെ കൊണ്ടുവരുന്ന സമയത്ത് ഇവർക്കാണെങ്കിൽ പോച്ചയൊന്നും ഇഷ്ടമല്ല, വേണ്ടായിരുന്നു. ആദ്യമേ കൊടുക്കുമ്പോൾ അവർ കഴിക്കത്തില്ലായിരുന്നു. അതുപോലെ ഗോതമ്പായാലും ഒരു തീറ്റികളും അവർക്ക് അങ്ങനെ വേണ്ടായിരുന്നു. കാരണം അങ്ങനെ കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ ഞാനത് കൊടുത്തോണ്ട് ഇപ്പോൾ അവർക്കെല്ലാം ശീലമായി. പണ്ട് പിന്നെ നാടൻ കോഴി എന്ന് പറഞ്ഞാൽ 5 നല്ല കൊത്തുകാരെ ഒരു കൊത്തും. നാടൻ കോഴിയെ ഞാൻ വളർത്തുമ്പോൾ, ഞാനും നല്ല എല്ലാവരും വളർത്തുന്ന സമയത്ത് പിന്നെ നമ്മൾ മീൻതല വെട്ടിയിട്ട് കൊടുക്കും. പിന്നെ രാവിലെ അവരെ അഴിച്ചു വിട്ടുക. അവർ കണ്ണിൽ കാണുന്ന പോച്ചയായി, പുഴുക്കളായി, ചെതലായി എല്ലാം കഴിച്ചു കൊക്കുമൊക്കെ അങ്ങോട്ട് നിറഞ്ഞ സന്ധ്യയാകുമ്പോൾ കൂട്ടി തുറന്നിട്ട് കൊടുത്ത് അതിനകത്തെല്ലാം കയറിക്കൊള്ളും. നമുക്ക് ഒരു പാടുമില്ല, ശ്രദ്ധിക്കുക പോലും വേണ്ട. മുട്ടയും കിട്ടും. ഒരു സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ ഒന്ന് മുട്ടയിടും. ഇപ്പോഴത്തെ കോഴികളൊന്നും അത്തരത്തിലേ അല്ല. പണ്ട് കാലം നാടൻ കോഴിയെ വളർത്തി ഞാൻ പിന്നെ നാടൻ കോഴിയെ വളർത്തിയപ്പോൾ ഇരുന്ന് കരയേണ്ട അവസ്ഥയാണ്. ഇതിന്റെ കോഴികളുടെ രീതികളും മാറി, പരസ്പരം കൊത്തലും മുട്ട പൊട്ടിച്ചൂടിയും അതും ഇതൊക്കെ. എനിക്കാണെങ്കിൽ ഇതുപോലുള്ള കൂട്ടി കോഴികൾ ഇടുന്നതേ വിഷമമായിരുന്നു. പക്ഷേ അതിലൊക്കെ വിഷമവും നഷ്ടവും എനിക്ക് സംഭവിച്ചു. കൂട് പണിഞ്ഞതിന്റെ നഷ്ടം, കോഴി 100 എണ്ണത്തിന് മേലെ ഉണ്ടായിരുന്നു, എല്ലാം നഷ്ടം. അവസാനം അതിൽ 60 വിലയ്ക്ക് പിടിച്ചു കൊടുക്കുന്ന പോലെ നഷ്ടത്തിൽ എനിക്ക് പിടിച്ചു കൊടുക്കേണ്ടി വന്നു. അപ്പൊ ഇനിയും കോഴികളെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മടിക്കരുത്, ഞാൻ പറഞ്ഞു തരാം. എനിക്ക് മടിയൊന്നും ഇല്ലെന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പൊ ഞാനും മോളും കൂടെ 2 ദിവസത്തേക്ക് ഒരു സ്ഥലം വരെ പോവുകയാണ്. അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ അന്നേരം ഞങ്ങൾ എടുക്കാം, അതിടാം. ഇപ്പൊ ഞാൻ ഞങ്ങളുടെ വീട്ടിലൊരു പുതിയ അതിഥി കൂടെ വന്നിട്ടുണ്ട്, അതിനെ കാണിച്ചു തരാം. വാ കിറ്റു,
വാ 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 വന്നേ വാ തെറ്റോ വാ വാ മക്കളെ വാ വാ അമ്മച്ചിനെ മുത്തിങ്ങി വാ. അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ പുതിയ അതിഥി ഇതാണ്. ഞങ്ങളുടെ കിറ്റുവിന്റെ ബേബിയാണ്. ഒരു കുഞ്ഞെ ഇപ്രാവശ്യം ഉള്ളായിരുന്നു. ഒരു കുഞ്ഞ്. വാ മക്കളിഞ്ഞ് വാ. ലൂഫി എന്നാണ് ഞങ്ങൾ പേരിട്ടേക്കുന്നത്. എന്റെ കിറ്റിയുടെ കുഞ്ഞാണ്. കിറ്റിയുടെ 9ാമത്തെ പ്രസവത്തിലുള്ള കുഞ്ഞ്. ഇപ്രാവശ്യം ഒരു കുഞ്ഞേ ഉള്ളൂ. കാരണം പ്രസവിച്ച് അങ്ങ് കൊച്ചുങ്ങളൊക്കെ അങ്ങ് കുറഞ്ഞു വരും എന്റെ കുഞ്ഞിന്റെ. ഇത് ഇനി 3-4 പേരോടുണ്ട് കേട്ടോ. അവരൊക്കെ അപ്പുറത്തിരിക്കുക. ഓരോ വീഡിയോയിലും ഉണ്ടല്ലോ ഓരോരുത്തര്. ഇവരിപ്പൊ എപ്പോ നോക്കിയാലും എന്റെ പുറകെ ഇങ്ങനെ നടക്കുക. കോഴിക്ക് തീറ്റി കൊടുക്കാൻ പോകുമ്പോഴും ഇങ്ങനെ അങ്ങ് നടക്കുക. ഒരു ഓമന കുഞ്ഞേ ഉള്ളു കേട്ടോ. ഒരു ഓമന മാത്രം. ആൺകുട്ടിയാ. അയ്യോ ആ കിടന്ന് എന്റെ മുത്തങ്ങ് കിടന്ന്. ഓമന കിടന്നോടി കള്ളി. മറ്റേ എടുത്തിരുന്നു. ഇങ്ങനെ നടക്കും. ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോയാൽ ഞങ്ങളുടെ പുറകെ വരും. ഇനി മറ്റേ അതിഥിയും കൂടെ കാണിക്കുക. ആ അതിഥി നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. അത് ഭയങ്കര ഉറക്കം. ഞാൻ അവനെയും കൊടുത്തോണ്ട് വരെ. അതെ ഇതാണ് എന്റെ ഡെസ്റ്റർ മോൻ. എന്റെ കുഞ്ഞിനെ നേരത്തെ പരിചയപ്പെടുത്തിയതാണ്. എന്നാലും എന്റെ കുഞ്ഞ് വളർന്നോ. 3ാമത്തെ ആഴ്ചയായി. സ്നഗ്ഗിയൊക്കെ ഉണ്ട്. അപ്പൊ അവന് വരുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പം എന്റെ മോനൂട്ടം വളർന്നോ. അതെ വളർന്നെങ്കിൽ എന്റെ കുഞ്ഞിന് ലൈക്കൊക്കെ കൊടുക്കണേ നിങ്ങൾ. എന്റെ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടോ? ഞങ്ങളുടെ ബേബിയാ. ഹായ് പറ അമ്മച്ചേരുടെ വീഡിയോയില്. ഹായ് പറ. ഹായ് പറ. ഹായ് പറ. അമ്മച്ചേരി വീഡിയോക്ക് ഹായ് പറ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ ഹായ്.